In this lecture, we are going to deal with the next topic, spirituality. Spirituality is a way of living that emphasizes the constant awareness and recognition of spiritual dimension of nature and people, with a dynamic balance between material development and the spiritual development. Spirituality definition ആണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്, അതായത് ദൈവവിശ്വാസത്തെയോ അല്ലാത്ത വിശ്വാസത്തെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫെർട്ടിലൈസർ ഫോർ അവർ വാല്യൂസ് ആൻഡ് മോറൽസ്. Spirituality includes creativity, communication, recognition of individuals as human beings, respect to others, acceptance, vision and partnership. ഇത്രയും കാര്യങ്ങളാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത്. അപ്പം ഈ സ്പിരിച്വാലിറ്റി നമ്മളിൽ ഉള്ളത് നമ്മളെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കും. അപ്പം മാത്രമല്ല, ഈ മോട്ടിവേഷൻ ലാക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ തോന്നുന്നത്. നമ്മൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പിള്ളേരാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പാരന്റ്സിനെയും മോട്ടിവേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും എൻകറേജ്മെന്റ് ഇഷ്ടമാണ്. ഇവൻ ഒരു കൊച്ചു കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ മോട്ടിവേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ വിൽ ക്രിയേറ്റ് ഐസൊലേഷൻ. ആൻഡ് സ്പിരിച്വാലിറ്റി നമുക്കൊരു പെർട്ടിക്കുലർ എനർജി തരും, ബിക്കോസ് ഓഫ് വിച്ച് വി ക്യാൻ അഡാപ്റ്റ് ടു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. അതായത് നമുക്ക് ലൈഫിൽ പല ചലഞ്ചിങ് സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളിൽ പലർക്കും നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്ന പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്പിരിച്വാലിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മളൊരു പെർട്ടിക്കുലർ എനർജി തരും. ആ എനർജി ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ദുർഘട സമയം നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനോട് അഡാപ്റ്റഡ് ആവും ബിക്കോസ് ഓഫ് സ്പിരിച്വാലിറ്റി ഇൻ us. അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയും അതിൽ ഉൾപ്പെടും. അതായത് വി ഷുഡ് ബി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണം. മാത്രമല്ല, നമ്മൾ ഡോമിനേറ്റിംഗ് ആവാൻ പാടില്ല. എല്ലാവർക്കും അവസരം കൊടുത്ത് ശീലിക്കണം. സോ നമ്മൾ വി ഷുഡ് ലേൺ ടു റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദേ ആർ. ഒപ്പം മറ്റുള്ളവരെയും സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കാനും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാനും നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് മാത്രം, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇഷ്ടമുള്ളവരെ, അതിലോട്ട് വരാൻ താല്പര്യമുള്ളവരെ നമുക്ക് ആ ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ജോലി ചെയ്യാം, ബട്ട് there should also be fun in between to keep ourselves active. അല്ലെ? നമ്മൾ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് അതിനകത്ത് ഒരു എന്റർടൈൻമെന്റോ ഒന്നുമില്ല. അപ്പം നമുക്കത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വി ഷുഡ് ഓൾസോ ഹാവ് ഫൺ, അല്ലെ, ടു കീപ് യുവർ സെൽഫ് ചാർജ്ഡ് അപ്പ്. സ്പിരിച്വാലിറ്റിയുടെ കാര്യങ്ങൾ ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ട് നമ്മൾ പറയുവാണ്. ഇനി tolerance and empathy are the reflection of spirituality. Creativity in spirituality എന്ന് പറയുമ്പോൾ അതിൽ അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകാതെ നോക്കണം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കുറെ അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, അതായത് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കി വേണം നമ്മൾ അതിൽ പ്രവർത്തിക്കാനായിട്ട്. അപ്പം ഇതൊക്കെ ശരിയല്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് വയലൻസ് ഒക്കെ ഉണ്ടാവുന്നത്. When they are forced to crush their creativity, its energy turned into destructive release and actions. നമ്മൾ ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. When they are forced to crush their creativity, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് നമ്മൾ ക്രഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് that energy turns into destructive releases and actions. When people enjoy what they do, it is involvement. They work much harder. നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുക. സോ വി ക്യാൻ വർക്ക് മച്ച് ഹാർഡർ. ഇനി സ്പിരിച്വാലിറ്റി ഇൻ വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്ത് സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും? അപ്പം ബിൽഡിംഗ് സ്പിരിച്വാലിറ്റി ഇൻ ദ വർക്ക് പ്ലേസ്. സ്പിരിച്വാലിറ്റി ഇസ് പ്രൊമോട്ടഡ് ഇൻ ദ വർക്ക് പ്ലേസ് ബൈ അദറിംഗ് ടു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഈ പറയുന്ന ലിസ്റ്റ് ചെയ്തേക്കുന്ന 1, 2, 3 കാര്യങ്ങൾ
പ്രൊമോട്ട് ചെയ്താൽ, ഈ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് സ്പിരിച്വാലിറ്റി വർക്ക് പ്ലേസിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. First point, verbally respect the individuals as humans and recognize their values in all decisions and actions. അതായത് കൂടെ ഉള്ളവരെ മനുഷ്യരായി കാണുക എന്ന് വെച്ചാൽ മനുഷ്യന്റെ വില കൊടുക്കുക. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അവരെ കൂടി കൺസിഡർ ചെയ്യുക. അപ്പം ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ തന്നെ ഇപ്പം ഹെഡ് ടു ടോ, അതായത് ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ വരെ കാണും. അപ്പൊ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഓരോരുത്തരെയും കൺസിഡർ ചെയ്ത് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ ഇൻഡിവിജ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ വേണം. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, ഗെറ്റ് ടു നോ ദ പീപ്പിൾ വിത്ത് ഹൂം യു വർക്ക് ആൻഡ് നോ വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ദം. നോ ദ ഗോൾസ്, ഡിസയേഴ്സ് ആൻഡ് ഡ്രീംസ് ടു. കൂടെ ജോലി ചെയ്യുന്നവരെ നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ ഗോൾസും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുക. പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളല്ല, ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കുക, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക, അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയാണ്. അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇന്റർഫിയർ ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ തേർഡ് പോയിന്റ്, സ്റ്റേറ്റ് യുവർ പേഴ്സണൽ എത്തിക്സ് ആൻഡ് യുവർ ബിലീഫ് ക്ലിയർലി. അതായത് നമ്മുടെ എത്തിക്സ് എന്താണ്, നമ്മുടെ ബിലീഫ് എന്താണെന്ന് നമ്മൾ സ്വയം വ്യക്തമാക്കണം. ഫോർത്ത് പോയിന്റ്, സപ്പോർട്ട് കോസസ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ഫിഫ്ത് പോയിന്റ്, encourage leaders to use value-based discretion in making decisions. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ. അതാണ് ഫിഫ്ത് പോയിന്റ്, എൻകറേജ് ദ ലീഡേഴ്സ് ടു യൂസ് വാല്യൂ ബേസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. സിക്സ്ത് പോയിന്റ്, ഡെമോൺസ്ട്രേറ്റ് യുവർ ഓൺ സെൽഫ് നോളജ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇൻ യുവർ ആക്ഷൻസ്. അതായത് സ്വന്തം അറിവും സ്പിരിച്വാലിറ്റിയും എല്ലാം നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ പ്രകടിപ്പിക്കണം. And the last point, do unto others as you would have them to do unto you. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു വർക്ക് പ്ലേസിൽ സ്പിരിച്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തതായി സ്പിരിച്വാലിറ്റി ഫോർ കോർപ്പറേറ്റ് എക്സലൻസ്. അതായത് കോർപ്പറേറ്റ് ആക്ടിവിറ്റീസിന്റെ മികവിന് വേണ്ടി നമുക്ക് ഫോളോ ചെയ്യേണ്ട സ്പിരിച്വൽ ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ആണ് നോക്കാം. അതും പോയിന്റ് വൈസ് ആയിട്ട് ഒരു 12 എണ്ണം പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെൽഫ് അവയർനെസ്. റിയലൈസേഷൻ ഓഫ് ദ സെൽഫ് പൊട്ടൻഷ്യൽ. നമ്മൾ നമ്മുടെ സ്വന്തം അറിവിനെ, നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയുക. A human has immense capability but it needs to be developed. ഓരോ മനുഷ്യനും ഇമ്മൻസ് കേപ്പബിലിറ്റി ആണുള്ളത്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തർക്കും ഇമ്മൻസ് കേപ്പബിലിറ്റി ആണുള്ളത്. ഓരോരുത്തർക്കും, ഓരോ സ്റ്റുഡന്റ്, ആരും കഴിവില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ്. കഴിവ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ നമ്മളെ തന്നെ ആദ്യം അറിയണം. അതിനാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, it is alertness in observation and quickness in decision making. അതായത് അലേർട്ട്നെസ് ഇൻ ഒബ്സർവേഷൻ, അതായത് നമ്മുടെ നിരീക്ഷണത്തിലെ ജാഗ്രത. നമ്മൾ എത്ര അലേർട്ട് ആയിട്ടാണ് ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നത്, നമ്മുടെ ഡിസിഷൻസ് എത്ര ക്വിക്കാണ്. നമ്മൾ ക്വിക്കായിട്ട് ഡിസൈഡ് ചെയ്യാനും അത് കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാനും നമുക്ക് പറ്റണം. അങ്ങനെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് പോയിന്റ്, being visionary and value based. This includes an attitude towards future of the organization and the society with clear objectives. അതായത് ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊരു വിഷൻ വേണം. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു വിഷൻ. അത് എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ല. മിക്കവാറും അത് റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ ദീർഘവീക്ഷണം. ഇപ്പം ലോകത്തിലുള്ള വലിയ മൾട്ടി മില്യനേഴ്സിന്റെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ദീർഘവീക്ഷണമുണ്ട്. അതായത് വലിയ ഇന്റലിജന്റോ പഠിത്തത്തിൽ ഭയങ്കര മികവുള്ള ആൾക്കാരോ അങ്ങനൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ദീർഘവീക്ഷണം കാണും. ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയെ കുറിച്ച് നമുക്ക് നേരത്തെ ഒരു വിഷൻ, അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഒരു കോർപ്പറേറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ആളോ ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണമെന്നോ അങ്ങനൊന്നുമില്ല. നല്ല വിഷൻ വേണം, ഭാവിയെ കുറിച്ചുള്ള വിഷൻ വേണം ഒരു ഓർഗനൈസേഷനിൽ. അല്ലെ നമ്മുടെ സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ സാധിക്കും.
Next point, holism. The whole system or comprehensive views and are interconnected with different aspects. Holistic thinking, which means the welfare of self, family, organization and the society, including all other living beings and environment. അതായത് ഹോൾ സിസ്റ്റം നമുക്ക് പലതുമായിട്ട് ഇന്റർകണക്റ്റഡ് ആണ്. അപ്പൊ ഹോളിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഹോളിസ്റ്റിക് തിങ്കിങ് മീൻസ് വെൽഫെയർ ഓഫ് സെൽഫ്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഫാമിലി, ഓർഗനൈസേഷൻ, സൊസൈറ്റി എല്ലാത്തിന്റെയും ഒരു വെൽഫെയർ ആണ്. വെൽഫെയറിന് ആ ഒരു രീതിയിലുള്ള തിങ്കിങ്ങിനാണ് ഹോളിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ. അനുകമ്പ എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പതി, എംപതി ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. നമുക്ക് ബാക്കിയുള്ളവരോടുള്ള ഒരു കൺസേൺ. These are essential for not only building the team but also for its effective functioning. നമ്മൾക്ക് ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല, അത് എഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അനുകമ്പ, കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അത്യാവശ്യമാണ്. Sixth point, respect for diversity. It means search for unity in diversity, respect others and their views. Seventh point, moral autonomy. It means action based on rational and moral judgment. One need not follow the crowd or majority. That is bandwagon effect. അതായത് ന്യായമായ വിധിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മെജോറിറ്റിയെ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ ഒരു നമ്മൾക്ക് ഓരോ ടെൻഡൻസി ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതിനാണ് പറയുന്നത് ബാൻഡ് വാഗൺ എഫക്റ്റ്. Next, creative thinking and constant reasoning. Think if we can do something new and if we can improve further. Okay. Next point, ability to analyze and synthesize. Refrain from doing something only traditional. Refrain എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കുക. റിഫ്രെയിൻ മീൻസ് വിട്ടു നിൽക്കുക. എബിലിറ്റി ടു അനലൈസ് ആൻഡ് സിന്തസൈസ്. നമ്മൾ അനലൈസ് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരികയും വേണം. നെക്സ്റ്റ്, positive use of adversity. Make adversities one's source of power. Every threat is converted into opportunity. അതായത് പോസിറ്റീവ് യൂസ് ഓഫ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യം. നമ്മൾക്ക് മോശപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ പോസിറ്റീവ് യൂസോട് കൂടി എടുക്കുക. എന്നിട്ട് ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ നമ്മളുടെ സോഴ്സ് ഓഫ് പവർ ആയിട്ട് യൂസ് ചെയ്യുക. എവറി ത്രെറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി. എല്ലാ ത്രെറ്റ്സും നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം. ദ ആറ്റിറ്റ്യൂഡ് ടു അക്സെപ്റ്റ് ക്രിറ്റിസിസം ആൻഡ് വില്ലിംഗ് ടു കറക്റ്റ്. നമ്മൾ എപ്പോഴും ക്രിറ്റിസിസം, നമ്മൾ കുറ്റപ്പെടുത്തലുകൾ, ആർക്കും കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. പക്ഷെ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ടു അക്സെപ്റ്റ് ക്രിറ്റിസിസം, നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആവുകയും ചെയ്യണം. പക്ഷെ അതിന് കുറച്ച് ധൈര്യമൊക്കെ വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പൊ പേരൻസ് എപ്പോഴും കുറ്റം പറയുമ്പോഴത്തേക്കും നമ്മൾ ആർക്കും ഇഷ്ടമല്ല അല്ലെ. അപ്പം നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ എപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് മോഡസ്റ്റി ആൻഡ് അക്നോളജിങ് ദ വർക്ക് ഓഫ് കൊളീഗ്സ്. അപ്പം ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പം അതിൽ എളിമയും സഹപ്രവർത്തകരുടെ ജോലി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇതും ഹ്യൂമിലിറ്റിയിൽ ഉൾപ്പെടും. വിനയം എന്ന് പറയുന്നത് accept criticism and willing to correct and show modesty and acknowledge work of colleagues. And next point, sense of vocation. അതായത് തൊഴിൽ ബോധം. Treat the duty as a service to the society besides your organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന് ഉള്ള ഗുണം കൂടാതെ സമൂഹത്തിന് കൂടി ഒരു സേവനമായി നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് പരിഗണിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കോർപ്പറേറ്റ് എക്സലൻസിന് വേണ്ടിയുള്ള സ്പിരിച്വാലിറ്റി. നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിന് 12 പോയിന്റ്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് മോഡ്യൂൾ ഇസ് കംപ്ലീറ്റഡ്. താങ്ക് യു.